Hi, hello friends, this is Rashmi. ഇന്നത്തെ വീഡിയോയിൽ ഒരു പോട്ട് പെയിന്റിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. രശ്മീസ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് വീഡിയോ ഒരു പോട്ട് പെയിന്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പോട്ട് പെയിന്റിംഗ് ആയി വന്നിരിക്കുന്നത്. ഇന്നത്തെ പോട്ട് പെയിന്റിംഗ് എസ്പെഷ്യലി നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റഡ്. യൂണിക്കോൺ, കപ്പ് കേക്ക്സ്, അനദർ പോപ്സിക്കൽ, സ്റ്റാർസ്, ലവ്, ഹാർട്ട്, അങ്ങനത്തെ കുറേയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടിരിക്കുന്നതാണ്. എൻ്റെ മോള് 8 years old, അവൾക്ക് ഇപ്പം 9 ആവും ഒക്ടോബറിൽ. അവൾക്കും ഇങ്ങനത്തെയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. സോ എനിക്കറിയാം ഒത്തിരി പേര് ഇഷ്ടമുള്ള കുറേ പിള്ളേരും ഈവൻ വലിയവർക്കും ഇഷ്ടമാണ്. ഒരു ഫൺ ആർട്ട് വർക്കാണിത്. സോ ഇന്ന് അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ കുറച്ച് ഗ്ലിറ്റേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ യൂണിക്കോണിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ പാടാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. സോ അത് എടുത്ത് ട്രേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ കപ്പ് കേക്ക്സും അതൊക്കെ ഈസിയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻസിൽ കൂടെ പറയാൻ അതിനും ലിങ്ക് ഇടാം. പിന്നെ അതൊക്കെ ഫ്രീ ഡൗൺലോഡബിൾ ലിങ്ക്സ് ആണ് ഞാൻ ചെയ്യാൻ പോണത്. സോ ഈ ഫൺ പോട്ട് പെയിൻറ്റിങ് എങ്ങനെ ചെയ്യണം നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നല്ല ക്ലീൻ ആയ ഡസ്റ്റൊന്നും ഇല്ലാത്തൊരു നല്ലൊരു ടെറാക്കോട്ട പോട്ടിന് ഞാൻ പ്രൈമർ അടിച്ചിട്ടുണ്ട്. ഉള്ളിൽ എത്ര കളർ വരുന്നത് അത്രയും ഞാൻ പ്രൈമർ ഉള്ളിലും അടിച്ചിട്ടുണ്ട്. സോ പ്രൈമർ ഇവിടെ ഞാൻ 1 ലെയർ അടിച്ചിട്ടുള്ളൂ. 1 ലെയർ ഓഫ് ജെസ്സോ മാത്രമേ അടിച്ചിട്ടുള്ളൂ. എൻ്റെ മുകളിൽ ബാക്ക്ഗ്രൗണ്ട് കളർ അടിച്ചു കൊടുത്തു. ലൈറ്റ് ബ്ലൂ, ലൈറ്റ് പിങ്ക്, വൈറ്റ് എന്ത് വേണമെങ്കിലും അടിച്ചു കൊടുക്കാം. ഇതും ഞാൻ 1 or 2 ലേയേഴ്സ് മാത്രമേ അടിച്ചു കൊടുത്തുള്ളൂ. പിന്നെ ഏത് നെക്സ്റ്റ് ലെയർ പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുമ്പ് പ്രീവിയസ് ലെയർ ഡ്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് ലെയർ അടിക്കാൻ പാടുള്ളൂ. നമ്മൾ ചെയ്യാൻ പോകുന്ന ഏത് ആർട്ട് വർക്ക് ആണെങ്കിലും വൺസ് അതിനെ ഒന്ന് റഫായിട്ടൊരു പേപ്പറിൽ ഡ്രോ ചെയ്താൽ ഈസിയർ ആയിരിക്കും. നമ്മുടെ മിസ്റ്റേക്ക് എവിടെയാണെന്ന് അറിയും. സോ പോട്ടിൻ്റെ മുകളിലോ ബോട്ടിലിൻ്റെ മുകളിലൊക്കെ ഡ്രോ ചെയ്യുമ്പോൾ അത്ര മിസ്റ്റേക്ക് ആകാറില്ല. ഇതിൻ്റെ യൂണിക്കോണിൻ്റെ ഡൗൺലോഡബിൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇപ്പം ഞാൻ പെൻസിലിൽ ജസ്റ്റ് ഔട്ട്ലൈൻ എവിടെ എത്രയാ സൈസിൽ വരേണ്ടതെന്ന് വേണ്ടി ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റേജിൽ ഇൻ കേസ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് ആയിന്നുണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് കളറൊന്ന് മുകളിലോട്ട് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ലൈറ്റായിട്ട് നമ്മുടെ റെഫറൻസിന് മാത്രമാണ് ഈ പെൻസിലും കൊണ്ട് ഡ്രോ ചെയ്യണത്. ഔട്ട്ലൈനിനൊന്നുമല്ല, ജസ്റ്റ് നമ്മുടെ റെഫറൻസ് എത്ര എവിടെയാണ് വരണേന്ന് അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ എല്ലാത്തിൻ്റെയും ഒന്ന് ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കളർ അടിച്ച് തുടങ്ങാം. പിന്നെ സ്പേസ് എവിടെയൊക്കെ അധികം സ്പേസ് ഓരോ എലിമെൻറ്റ് ഇപ്പോൾ ലവ്, കപ്പ് കേക്ക്, പോപ്സിക്കൽ അതിൻ്റെ ഇടയ്ക്ക് എത്ര സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഹാർട്ട്സ് ഇല്ലെങ്കിൽ ചെറിയ ചെറിയ സ്റ്റാർസൊക്കെ ഡ്രോ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറേ സ്റ്റാർസ് ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് യൂണിക്കോൺ ഡ്രോയിങ് ആണ്. ഇത് ഞാൻ കുറച്ച് റിയൽ സ്പീഡിലാണ് ചെയ്യണത്. ഐസൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് കളർ ചെയ്യുന്നത് കൊണ്ട് ഫുള്ളായിട്ട് ഞാൻ ഡ്രോ ചെയ്യുന്നില്ല. ഹെയറിൻ്റെ അതിൻ്റെയൊക്കെ ഫുള്ള് ഔട്ട്ലൈൻ കൊടുക്കുന്നില്ല. നിങ്ങളിങ്ങനെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കാണാനും ചെയ്യാനും ഇഷ്ടമുള്ളവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ ബെൽ ബട്ടൺ ഉണ്ട്. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻസ് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് വരും. അന്നേരം ഒന്നും മിസ്സാകാതെ കാണാൻ പറ്റും.
ഈ യൂണിക്കോണിൻ്റെ ഹെയർ ഇല്ലെങ്കിൽ മെയിൻ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഫിൽബർഡ് ബ്രഷ് എടുത്തിട്ട് 2 സൈഡിലായിട്ട് പെയിൻറ്റ് എടുക്കണം. ഞാനിവിടെ ഒരു സൈഡിൽ ബ്ലൂ പിന്നെ ഒരു സൈഡിൽ വൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സൈഡിൽ വൈറ്റ് പിന്നെ ഒരു സൈഡിൽ ഓറഞ്ച് അങ്ങനെ മാറി ഇഷ്ടമുള്ള കളറ്. ബട്ട് അതിന് കൂടെ ഒരു സൈഡിൽ വൈറ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഡ്രോ ചെയ്തിട്ട് എൻഡ് ആകുമ്പോഴത്തേക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സൺഫ്ലവർ പെയിൻറ്റിങ്ങിൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്ത പോലെ, സൺഫ്ലവർ ബോട്ടിൽ പെയിൻറ്റിങ്ങിൽ ചെയ്ത പോലെ. പിന്നെ ഇപ്പം അത് ഭംഗിയായി വന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇപ്പം എൻ്റെ ആ ഹെയർ ഒന്നും അത്ര ഭംഗിയായിട്ടില്ല. അത് ഔട്ട്ലൈൻ ഡ്രോ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരും. ഈ ഔട്ട്ലൈൻ ഞാൻ ഡ്രോ ചെയ്തിരിക്കുന്ന ലൈനർ ബ്രഷ് വെച്ചിട്ടാണ്. ഇച്ചിരി ലോങ് ആയിട്ടുള്ള ലൈനർ ബ്രഷ്, അതിനെ റിഗർ ബ്രഷ് എന്നും പറയാറുണ്ട്. ഞാൻ പ്രീവിയസ്ലി 2 പോട്ട് പെയിൻറ്റിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പോട്ട് പെയിൻറ്റിങ് ഏത് പോട്ട് പെയിൻറ്റിങ് കഴിഞ്ഞാൽ പോട്ട് വേണമെങ്കിലും നമുക്ക് ഔട്ട്ഡോർ യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ നല്ലോണം തന്നെ വാർണിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 to 3 ലെയേഴ്സ് കോട്ട് വാർണിഷ് അടിക്കണം. പിന്നെ ഈച്ച് ലെയർ ഓഫ് വാർണിഷിൻ്റെ ഇടയ്ക്ക് 24 hours എങ്കിലും ഡ്രൈയിങ് ടൈം കൊടുക്കണം. ഡ്രൈ ആയിട്ട് നെക്സ്റ്റ് ലെയർ ഓഫ് വാർണിഷ് അടിക്കാൻ പാടുള്ളൂ. നമ്മൾ ഔട്ട്ഡോറൊക്കെ വെക്കണ ഇങ്ങനെ പോട്ടിനും അങ്ങനത്തെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സാധനം ഔട്ട്ഡോർ വെക്കണേന് ഈ പെയിൻറ്റ് ഷോപ്സിൽ നിന്ന് മേടിക്കുന്ന വാർണിഷ് ആണെങ്കിലും അടിച്ചാൽ മതി. അവരോട് ഔട്ട്ഡോർ വാർണിഷ് എന്ന് പറഞ്ഞാൽ ഈ ഏഷ്യൻ പെയിൻറ്റ്സിലൊക്കെ കിട്ടാറുണ്ട്, അതാണെങ്കിലും അടിച്ചാൽ മതി. ഇവിടെ ഞാൻ പെയിൻറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ എലമെൻറ്റിനും ലൈനർ ബ്രഷ് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ഔട്ട്ലൈൻ. പിന്നെ എൻ്റെ അടുത്ത് റെഡ് ഗ്ലിറ്റർ ഉള്ളത് കൊണ്ട് റെഡ് ആയിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ മുകളിൽ കുറച്ച് റെഡ് ഗ്ലിറ്റർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫസ്റ്റ് മോഡ് പോജ് ഇല്ലെങ്കിൽ ഗ്ലൂ ഇട്ടിട്ട് അതിന് മുകളിൽ ഗ്ലിറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ അത് ചെയ്യാം. ഇതൊരു ഫൺ ആക്ടിവിറ്റിയാണ്, പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ആക്ടിവിറ്റിയാണ് ഈ ഗ്ലിറ്റർ ഇടുന്നത്. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ പോട്ടിൻ്റെ ഉള്ളിലും പിന്നെ താഴെയും പിങ്ക് കളറാണ് അടിച്ചു കൊടുത്തത്. കുറച്ച് ബ്ലൂവിന് കോൺട്രാസ്റ്റ് ആയിട്ട് പിങ്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേസ് വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ, ടേക്ക് കെയർ, സീ യു. It's so beautiful, you and me.